അതിനാണ് ഇവിടെ കോടതി. ഇവിടെ കോടതി അതിനാണെന്ന് നിങ്ങൾ നാളെ വന്ന് പോലീസ് സ്റ്റേഷനിൽ ഇതേ മൊഴി പറഞ്ഞാൽ ഞങ്ങൾ കേസെടുക്കും കേട്ടോ. ഒരു മനസാക്ഷി കുത്തുമില്ലാതെ സ്വന്തം വീട്ടിലുള്ള ഒരാളെ ഇറക്കിവിട്ട ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വൈറലാകുന്നത്. ആ ഒരു ദൃശ്യം തന്നെയാണ് നമ്മളും ഇപ്പോൾ കണ്ടത്. 70 വയസ്സ് മാത്രം പ്രായമുള്ള, അല്ലെങ്കിൽ 70 വയസ്സോളം പ്രായമുള്ള ഒരു അമ്മയെ പാതിരാത്രി പുറത്തിറക്കി വിട്ടിരിക്കുകയാണ് മകൾ. തിരുവനന്തപുരത്താണ് ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം അരങ്ങേറുന്നത്. തിരുവനന്തപുരം മംഗലാപുരത്തിന് സമീപം ഇടവിളാകം എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവം. പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്നാണ് പിന്നീട് ഈ അമ്മയെ സ്ഥലത്തെത്തി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സലീലിയ എന്ന് പറയുന്ന അമ്മയെ വീടിനകത്ത് കയറ്റണമെന്ന് ഈ സംഘം ആവശ്യപ്പെട്ടിട്ട് പോലും മകൾ സജ അതിന് തയ്യാറാകാതിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നത്. അമ്മയുടെ വസ്ത്രങ്ങളും മരുന്നുകളും എടുക്കാൻ വീട് തുറന്ന് തരണമെന്ന് ഈ രക്ഷാപ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ട് പോലും മകൾ തയ്യാറായിട്ടില്ല. വീട്ടിൽ മർദ്ദനം പതിവാണ് എന്നാണ് ആ 70 വയസ്സുകാരി വളരെ വേദനയോടെ പറയുന്നത്. സ്വന്തം മകനൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ സ്വന്തം മകന്റെ കൈകൊണ്ടുണ്ടാകുന്ന വേദന, അത് തന്നെയാണ് ഇപ്പോൾ ഈ അമ്മയുടെ നെഞ്ചുലയ്ക്കുന്നതും. വൃദ്ധയെ ഉപദ്രവിച്ചതിന് ഭർത്താവായിട്ടുള്ള യുവാവ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നാണ് വിവരം. ഇയാൾ പോലീസ് കസ്റ്റഡിയിലായതിന്റെ പ്രതികാരം തീർക്കാനാണ് മകൾ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സജ അമ്മയെ ഉപദ്രവിക്കാറുണ്ട് എന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. നാട്ടുകാർ വീട്ടിലെത്തി അമ്മയെ അകത്ത് കയറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും സജ ഗേറ്റ് തുറക്കാൻ പോലും തയ്യാറാകാതെ നിൽക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസും പഞ്ചായത്ത് മെമ്പറും അടക്കം ഈ സ്ഥലത്തെത്തുന്നതും ഇങ്ങനെ ഒരു സംസാര വിഷയമാകുന്നതും. ഇവർ വന്നതിനു ശേഷം സജ വീടിന്റെ ഗേറ്റ് തുറന്നുവെങ്കിലും അമ്മയെ വീടിനകത്തേക്ക് കയറ്റാൻ അവർ സമ്മതിച്ചില്ല. അമ്മയുടെ കൈവശമുള്ള പണം കൈക്കലാക്കുന്നതിനായി സജയും ഭർത്താവും അവരെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. മക്കളുടെ ഭാഗത്തു നിന്ന് വളരെ ക്രൂരമായ ഉപദ്രവം ഉണ്ടായി എന്ന് വളരെ വേദനയോടെ സലീല അമ്മയെ വ്യക്തമാക്കുകയാണ്. നിലവിൽ സലീലയെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള വൃദ്ധസദനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കെട്ടിപ്പിടിച്ച് എൻ്റെ പൊന്നെ, അവൾ നിന്നാലും വിലക്കൂല തീരെയും. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? വീട്ടിൽ കയറാൻ വന്നപ്പോൾ ഇന്ന് വീട്ടിൽ കയറാൻ വന്നപ്പോഴത്തേക്ക് പെൺകുട്ടി ഇറങ്ങി തുറക്കാനായിട്ട് ഒരുങ്ങണ്. തുറന്നിട്ടവള് ഞാൻ അങ്ങ് അകത്താവും മുമ്പ് അവൾ അടച്ച് പൂട്ടാനായിട്ട് പാവം. അങ്ങനെ ഞാൻ കേട്ട് നീ പൂട്ടാനൊരുങ്ങണം എന്നും പറഞ്ഞ് ഞാനങ്ങ് വെടിയിൽ ചാടിക്കളഞ്ഞ്. തുണിയെടുക്കാനൊന്നും സമ്മതിച്ചില്ല. അവളുണ്ടായിരുന്നു മോള്. ഇന്നലെ കാലത്ത് ഈ ചെരുപ്പെടുത്ത് കാലിലിടണതിനകത്ത് 5 ഇടി ഇങ്ങനെ ഇടിച്ചു തന്നു. കൈതാ ഇങ്ങനെ മുട്ടി പിടിച്ചാണ് ഇടി. ഞാൻ നിലവിളിക്കണതല്ലാതെ എന്നെ കൊണ്ട് വല്ലതിനെ ഒക്കുമോ? ഞാൻ നിലവിളിച്ച് എൻ്റെ പൊന്നെ, എനിക്ക് തലവഴിയെ വെള്ളം ഒഴിച്ചു തരും. യാത് പാതരാത്രിയിലും വെള്ളം ഒഴിച്ചു തരും തലവഴിയെ. എന്നെ ചെയ്യണതായ പരാക്രമം എനിക്കില്ല. കണ്ണ് കുത്തിപ്പൊടിക്കാൻ വരും. കുരനാഴി കുത്തി ഇറക്കാൻ അവൾ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അവൾ സംസാരിക്കൂല, പിന്നെ കൈക്കിറി കാണിക്കുകയുള്ളെന്ന്. അങ്ങനെ കുരനാഴിയെ കുത്തി ഇറക്കണം 4-5 ദിവസം കൊണ്ട്. അങ്ങനെയുള്ള വേല നീരുന്നല വലിയ ഒന്നിൽ കാണിച്ചു. ഇതിപ്പോൾ എപ്പോൾ വന്നാൽ വെളിയിൽ നിൽക്കുകയാണ്? എത്ര സമയമായി? ഇപ്പോഴും വന്നിട്ട് ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആയി ഞങ്ങൾ വന്ന് നിൽക്കുകയാണ് ഇവിടെ വഴിയിലായിട്ട്. നമ്മൾ പെണ്ണുങ്ങൾ തോനെയുണ്ടായിരുന്നു. വന്ന് നിൽക്കണം, തുറന്നു തരൂല. കാണിക്കണതായിട്ടുള്ള വേലകളെല്ലാം പറയണ്ട. ഈ മരുമോൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാണ് പോലീസിൽ പരാതി? ഇത്രയും പിടിച്ചങ്ങ് വാങ്ങിക്കും. ഒരു പൈസ എനിക്ക് തരിയില്ല. തരാതെ വാങ്ങിച്ചങ്ങോട്ട് വിറ്റെന്ന് ഒരു കേൾക്കും. നീ വല്ല ഇവിടെ തന്നാ? നിനക്കൊന്നുമില്ല. ഇന്നലെ കാലത്തും തന്ന് 1 ഇഡ്ഡലി അവൻ എടുത്തോണ്ട് തരണത്. തിരുവോണത്തിന് പോലും അവനാണ് വിളമ്പിയത് എനിക്ക്. കരണ്ടീര മൂട് വെച്ച് കറികൾ ഇങ്ങനെ തൊട്ട് പാത്രത്തിൻ്റെ വിളമ്പിൽ വെച്ച് എനിക്ക് കഴിക്കാത്ത ദിവസമില്ല. ഞാൻ അവളോടെ പറയും വിലക്ക് അവൻ ഇടി വാരിയെല്ലിൽ വിരൽ വെച്ച് അത്രയും വിരളും വെച്ച് കുത്തി കയറ്റും. എത്ര വാരിയെല്ലുണ്ടാ അത് കൈപ്പോയത്തിലിടിക്കും, അടിക്കും, പടപട അടിക്കും. ചവിട്ട് എനിക്ക് അറിഞ്ഞൂടാ. മൂത്രം ഒഴിച്ചു വരെ തലവഴിയെ ഒഴിച്ചു തന്നിട്ടുണ്ട് എത്ര ദിവസം. അങ്ങനെയൊക്കെ തലവഴിയെ വെള്ളം ഒഴിച്ചു തരും.
ഉടുത്തിരിക്കണ വസ്ത്രം ഉരിഞ്ഞങ്ങ് കയ്യിലിട്ടിട്ട് അങ്ങ് തോർത്തുമൊക്കെ അങ്ങ് എടുത്തിട്ട് എന്നെ നിർമ്മാണമായിട്ട് നിർത്തും. പാവാട ഉടുത്തിരിക്കണോണ്ട് അങ്ങനെ ഒരു മാനമുണ്ട്. അയ്യോ, ഒരു സമയം ഒഴിയാതെ ഏത് നേരത്തും വന്നടുക്ക ഇരുന്നിട്ട് അടിയും കുത്തും. കാലിൻ്റെ മടക്കിലൊക്കെ നീര് ഭയങ്കരം, കുത്തിത്തരണതും ഇടിക്കണതും എല്ലാം നീരാണ്. നടുവിലൊക്കെ ചവിട്ടക്കും. അയ്യോ, എല്ലാം ഞാൻ അതിനത്രയും ഞാൻ കിടന്ന് വിളിക്കും, വിളിക്കും. അയ്യോ, എനിക്ക് 2 വർഷം കൊണ്ടാണ് ഞാൻ ഈ പീഡനം ഞാൻ അനുഭവിക്കുന്നത്. എന്താണ് കാര്യം? എന്താണ് കാര്യമെന്ന് വെച്ചാൽ അവന് എൻ്റെ മോൻ മരിച്ചതിനുള്ള രൂപ കിട്ടിയില്ലെന്ന്. വസ്ത്രം പോലും ഉടുക്കാൻ സമ്മതിക്കൂല. പടിഞ്ഞാറെ പിടിച്ചോണ്ട് ചെന്ന അവിടെ നിന്ന് വേണം ഉടുത്തോളാനെന്ന്. അല്ലാതെ ആ വടക്ക് ഇത് മോളൊന്നും പറയില്ലേ? ഒന്നും പറയില്ല, ഒരു അക്ഷരം മിണ്ടൂല. എന്നെ ഇനി എന്ത് അവൻ ചവിട്ടി കൊന്നാലും അവള് മിണ്ടൂല. കരയണമെങ്കിൽ പറയണാണ്, അവളെ കൊരനാഴിയെ കുത്തിയാറ്. അപ്പം അവള് പിന്നെ കൈക്കിറി കാണിക്കേ ഉള്ളൂ. ഓ, തുണികൾ നാളെ എടുക്കാം കേട്ടോ. നാളെ എടുക്കാം, കോടതി ഓർഡർ എടുക്കാം കേട്ടോ. അല്ലാതെ ഇതിനകത്ത് കയറാൻ പറ്റില്ല. വർഷത്തിന് മുകളിലായിട്ട് ഈ അമ്മയെ ഉപദ്രവിക്കുന്നുള്ള കാര്യം ഞാൻ ഇതിനു മുമ്പ് അറിഞ്ഞ് 2 വർഷത്തോളമായി. അപ്പോൾ ഇലക്ഷന് ഞാനിപ്പോൾ ഈ വാർഡിലെ പുതിയ മെമ്പറാണ്. അപ്പോൾ ഇതിനു മുന്നേ ഇരുന്ന ഇങ്ങനെ ആൾക്കാർ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റൽ ലൈറ്റ് ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗങ്ങളിൽ വന്നപ്പോൾ മിനിയാന്ന് ഈ അമ്മയുടെ സൗണ്ട് ഒച്ചത്തിലുള്ള കരച്ചിലൊക്കെ അയൽവക്കങ്ങൾ കേട്ട് അങ്ങനെ ഞാൻ ഇന്നലെ തന്നെ ഞങ്ങളെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ബ്രാഞ്ച് സെക്രട്ടറിയും മറ്റുള്ള LC മെമ്പറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് 10-40 പേരെ അയൽവക്കക്കാരുടെ സൈൻ വാങ്ങി ഞങ്ങളൊരു മാസ്റ്റർ പെറ്റീഷൻ ഇന്നലെ മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അതിനുശേഷം വൈകുന്നേരം പുള്ളിക്കാരൻ അമ്മ പകൽ വീട്ടിൽ നിന്ന് വന്ന് എൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് തന്നെ ഈ പുള്ളിക്കാരൻ വന്ന് അമ്മയെ അവിടെ വെച്ച് വൈകുന്നേരം സ്റ്റേഷനിൽ വിളിപ്പിച്ച് പുള്ളിക്കാരനെ SI വന്ന് കൊണ്ടുപോയി. കാര്യം കഴിഞ്ഞു അമ്മയെ അവിടെ കൊണ്ടുവന്ന് ഹാജരാക്കി. അമ്മയുടെ പറഞ്ഞിട്ടുള്ള മൊഴികളല്ല ഇതുപോലെ അമ്മയെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ശാരീരിക ഉപദ്രവം സാധാരണ രീതിയിലല്ല, ഒരു വൈകൃതമുള്ള ഒരാളെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാമോ അമ്മയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ ഉപദ്രവം ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് വേദനകൾ സഹിക്കുന്നുണ്ട്. അപ്പോൾ 70 വയസ്സായ ഒരു അമ്മ ഇത്രയും വേദനകൾ സഹിക്കുന്നത് നാട്ടുകാരായ ഞങ്ങൾക്ക് ആർക്കും കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ വരുമ്പോഴും കൈക്കും കാലിനും നീരോടുകൂടി വീടിനകത്ത് നിന്ന് കരയുന്നത് ഞങ്ങൾ പലതവണ കണ്ടു. അപ്പൊ ഇപ്പൊ ഞങ്ങള് നാട്ടുകാരെല്ലാരും കൂടെ ഇറങ്ങി ഈ അമ്മയ്ക്കൊരു സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇന്നലെ തന്നെയും ഇവിടെ കൊണ്ടൊന്ന് ആക്കാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു, കാരണം എന്തെങ്കിലും ചെയ്യുമോ. അപ്പൊ ഇവരുടെ ഈ ലിജു എന്ന് പറഞ്ഞ ആളുടെ അമ്മയും കൂടെയാണ് ഈ വീട്ടിലുണ്ട്. അപ്പോഴും ലോക്ക്. ഇന്ന് രാവിലെ പകൽ വീട്ടിൽ പോകാൻ ഡ്രസ്സ് മാറാൻ വന്നിട്ട് പോലും ഡ്രസ്സ് എടുക്കാൻ സമ്മതിക്കാതെ ലോക്കാക്കി ഇട്ടിരുന്നു. ഇന്നിപ്പോ നമുക്കിപ്പോൾ ഞങ്ങൾ പഞ്ചായത്തുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും നമുക്ക് വൃദ്ധസദനം തൽക്കാലം ബന്ധുക്കളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് അവിടെ നിർത്താനുള്ള നിർവാഹം ഇല്ല. അപ്പം ഞങ്ങൾക്ക് ഒരു വൃദ്ധസദനം ഞങ്ങൾക്ക് ആറ്റിങ്ങലും ചിറയൻകീഴുമായിട്ടുണ്ട്. തൽക്കാലം ഞങ്ങൾക്ക് ഈ കേസ് നടക്കുന്നതിനിടയിൽ അമ്മയെ അവിടെ ഒന്ന് മാറ്റണമെന്നാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങൾ പ്രസിഡൻ്റുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങണം. 3 നേരം ഈ അമ്മേനെ ഒരുപാട് നാളായി ഈ പ്രതികൾ മരുമകനും മകളും കുടുംബവും ചേർന്നാണ് പീഡിപ്പിച്ചുകൊണ്ട് വരുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഒന്നാകെ ഇതിനെതിരെ ഇറങ്ങുകയും പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഇറങ്ങുകയും മരുമകനെ ഇന്നലെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അമ്മേനെ വളരെ നിഷ്കരുണം തെരുവിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. അവരുടെ മരുന്നും വസ്ത്രവും ഉൾപ്പെടെ നൽകാതെ വീടകത്ത് നിന്ന് കുറ്റിയിട്ടുകൊണ്ട് അവർ ഈ അമ്മേനെ തെരുവിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. നാട്ടുകാർ ഉൾപ്പെടെ ഒന്നടങ്കം വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ, പോലീസിന്റെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ഇവിടെ എത്തിയിട്ട് പോലും അതൊന്നും കൊടുക്കാൻ കൂട്ടാക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. എന്തായിരുന്നാലും ആ അമ്മയുടെ സംരക്ഷണം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ബാക്കി നിയമ നടപടികളുമായിട്ട് പഞ്ചായത്ത് എന്തായിരുന്നാലും മുമ്പോട്ട് പോകും. ഒപ്പം നാട്ടുകാരും പോലീസിന്റെ സഹായവും എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ആ അമ്മയുടെ നീതിക്ക് വേണ്ടി 100% നമ്മൾ പോരാടും.